ഹായ് ഓൾ, വെൽക്കം ടു കോമേറ്റ് എഡ്യൂക്കേറ്റർ. കോമേറ്റ് എഡ്യൂക്കേറ്ററിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് എടുക്കുന്നത്. ഇന്നലെ നമ്മൾ ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ്, അതുപോലെ തന്നെ അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ് ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും അതുപോലെ തന്നെ അക്കൗണ്ട്സ് ഓഫ് സോൾ ട്രേഡറിൻ്റെ കുറച്ച് പോർഷൻസുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പം ആദ്യമായിട്ട് നമുക്ക് ഫസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണെന്ന് നോക്കാം. സോ ഗ്യാപ്പ് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഇതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് റൂൾസും ഗൈഡ് ലൈൻസും പ്രാക്ടീസസും ഒക്കെ ഉള്ള ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ആണ് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ പ്രിപ്പയറിംഗ് യൂണിഫോം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പം യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം എന്താണ്, നമ്മൾക്ക് ഒരു കമ്പനീൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മറ്റൊരു കമ്പനിയുമായിട്ട് കമ്പയർ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അനാലിസിസ് നടത്തണമെങ്കിലോ യൂണിഫോം ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് യൂസ്ഫുൾ ആവുള്ളൂ. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പം ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇന്ത്യയിൽ ഫോർമുലേറ്റ് ചെയ്യുന്നതും ഗവേൺ ചെയ്യുന്നതും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡാണ്. ഇത് സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഇയർ ഓർത്ത് വെക്കുക, 1977 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് സെറ്റപ്പ് ചെയ്തത് ബൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, ICAI ആണ് ഇത് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയാണ്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക, ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയാണ്. ഇനി നമുക്ക് മെയിനായിട്ടും അറിയേണ്ടത് ഇനീഷ്യലി, അതായത് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് 29 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. എന്നാൽ അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ നമുക്കുള്ളത് 27 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് മാത്രമാണ്. അതായത് AS6 ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇപ്പം വിഡ്രോൺ ആണ്. അതെന്ത് ചെയ്തു, AS10 പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൻ്റെ കൂടെ അത് മെർജ് ചെയ്യാണ് ചെയ്തത്. അപ്പം 27 ആയത് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്, AS6 എന്ത് ചെയ്തു, AS10ലേക്ക് മെർജ് ചെയ്തു. ദെൻ നെക്സ്റ്റ് AS10 മുൻപ് ഉണ്ടായിരുന്നത് അക്കൗണ്ടിങ് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ്. അതെന്ത് ചെയ്തു, വിഡ്രോ ചെയ്തു. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ആയിരുന്നു, അതിപ്പോഴില്ല. ഇപ്പം നമുക്കുള്ളത് AS26 ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. അതിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റ്. സോ അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ 27 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് മാത്രമേ നമുക്ക് ഉള്ളൂ. ഇനീഷ്യലി നമുക്ക് 29 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരുന്നു എന്ന് കൂടി ഒന്ന് ജസ്റ്റ് അറിഞ്ഞു വെക്കുക. ഇനി നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത്, ഇറ്റ് ഹെൽപ്സ് ഇൻ എലിമിനേറ്റിംഗ് വേരിയേഷൻസ് ഇൻ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ടു പ്രിപ്പയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അല്ലേ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പം വേരിയേഷൻസ് വരാതിരിക്കാൻ, വേരിയേഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. പിന്നെ സർട്ടൻ ഇൻഫോർമേഷൻ, അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണ്, നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫുള്ളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊരു കൺസെപ്റ്റ് തന്നെ ഉണ്ട്, ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ചില കേസസിൽ ലോ ഒരിക്കലും അതുപോലെയുള്ള ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടി പറയില്ല. പക്ഷേ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ എന്ത് ചെയ്യണം, അത്തരം ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. because such information may be useful for general public, investors and creditors. അതായത് ജനറൽ പബ്ലിക്കിനും ഇൻവെസ്റ്റേഴ്സിനും ക്രെഡിറ്റേഴ്സിനും ഒക്കെ ഇത് ചിലപ്പം യൂസ്ഫുൾ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ എല്ലാ ഇൻഫർമേഷനും ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കമ്പാരബിലിറ്റി ബിറ്റ്വീൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് കമ്പനീൻ്റെ ഉള്ളിൽ തന്നെയോ ഇൻട്രാ കമ്പനീസോ അല്ലെങ്കിൽ കമ്പനികൾ തമ്മിലോ ഇൻ്റർ കമ്പനീസ് തമ്മിലോ ഉള്ള ഒരു കമ്പാരിസണിന് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
ഇനി നമുക്ക് നോക്കാനുള്ളത് ആപ്ലിക്കബിലിറ്റി ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എവിടെയൊക്കെയാണ് ആപ്ലിക്കബിൾ ആവുന്നത് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അതായത് പ്യൂർലി ചാരിറ്റബിൾ ഓർഗനൈസേഷനിൽ ഇതൊരിക്കലും ആപ്ലിക്കബിൾ അല്ല. ബാക്കി അധിക കേസസിലും ഇത് ആപ്ലിക്കബിൾ ആണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് യൂണിറ്റ് ആണ്. ദെൻ പാർട്ട്ണർഷിപ്പ് യൂണിറ്റ്, സൊസൈറ്റീസ്, ട്രസ്റ്റ്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, അസോസിയേഷൻ ഓഫ് പേഴ്സൺ, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, കമ്പനീസ്. ഇവിടെയൊക്കെ എന്താണ് നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആപ്ലിക്കബിൾ ആണ്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, അതായത് IFRS ആണ്. ഇൻ്റർനാഷണൽ ലെവൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞു, അത് നമ്മൾ ഇന്ത്യയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് IFRS. അപ്പം ഇൻ്റർനാഷണൽ ലെവലിൽ കമ്പനീസ് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ പറയുന്നതാണ് IFRS. അത് ഇന്ത്യയിൽ നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് IFRS കൺവേർജ് ചെയ്തിട്ട്, അതായത് IFRS നമ്മൾ അതുപോലെ അഡോപ്റ്റ് ചെയ്യുകയല്ല ഇന്ത്യയിൽ ചെയ്തിട്ടുള്ളത്. IFRS എന്ത് ചെയ്തു, നമ്മൾ കൺവേർജ് ചെയ്തിട്ട് ഇപ്പോൾ നമുക്കുള്ളത് IND-AS എന്നുള്ള രീതിയിൽ നമ്മൾ ഈ IFRSനെ കൺവേർജ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും ഉണ്ട്, അതുപോലെ തന്നെ IND-AS IFRSും നമുക്ക് ഉണ്ട്. ഇന്ത്യയിൽ ഈ IFRSൻ്റെ ആപ്ലിക്കബിലിറ്റീനെ പറയുന്നതാണ് IND-AS എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അപ്പോൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഗ്ലോബലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് IFRS എന്ന് പറയുന്നത്. ഇത് ഇഷ്യൂ ചെയ്ത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തത് ആരാണ്? ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡാണ്. ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡാണ് ഇത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഇത് എ സെറ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് for reporting different types of business transactions and events in the financial statements. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ കമ്പാരിസൺ പോസിബിൾ ആക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി IFRSൻ്റെ നീഡ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്തെങ്കിലും എറേഴ്സ്, അതുപോലെ തന്നെ മെറ്റീരിയൽ മാനിപ്പുലേഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് IFRS ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then it brings uniformity and comparability of accounting information. Accounting informationൽ യൂണിഫോമിറ്റിയും അതുപോലെ തന്നെ കമ്പാരബിലിറ്റിയും വരുത്തുന്നു ഓൺ ഗ്ലോബൽ ബേസിസ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണെങ്കിലും ഇന്ത്യൻ ബേസിസ് ആണ്. ഇനി ഇറ്റ് ഫെസിലിറ്റേറ്റ് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബിക്കോസ് ഓഫ് ഇൻക്രീസ്ഡ് ട്രസ്റ്റ് ആൻഡ് റിലയബിലിറ്റി. അപ്പോൾ എന്ത് ചെയ്യുന്നു, കമ്പനീസ് ഈ IFRS ഫോളോ ചെയ്യുമ്പോൾ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റിന് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. കാരണം അത് കൂടുതൽ റിലയബിലിറ്റി ആയിരിക്കും. അത്തരം കമ്പനീസ്, ഈ IFRS ഫോളോ ചെയ്യുന്ന കമ്പനീസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കൂടുതൽ ട്രസ്റ്റ് വെർത്തിനെസ്സും അതുപോലെ തന്നെ റിലയബിലിറ്റിയും ഉള്ളത് ആയിരിക്കും. ഇനി നമുക്ക് എന്താണ് ജസ്റ്റ് ഒന്ന് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിൽ എല്ലാം ഒന്നും നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റില്ലെങ്കിലും ഫസ്റ്റ് ഒക്കെ വരുന്നത്, അതായത് AS2 വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രി, അതുപോലെ തന്നെ AS3 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞു വെച്ചിട്ടുണ്ടാവണം. ദെൻ AS4 ഫസ്റ്റ് AS1 ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് ആണ്. പിന്നെ AS2 വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രീസ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ്. ദെൻ AS4 കണ്ടിൻജൻസീസ് ആൻഡ് ഇവൻറ്റ്സ് ഒക്കറിങ് ആഫ്റ്റർ ദി ബാലൻസ് ഷീറ്റ് ഡേറ്റ്. AS5 എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരിയഡ്, prior period items and changes in accounting policy. AS6 ഞാൻ പറഞ്ഞു, അതിപ്പോൾ നിലവിലില്ല. ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് ആയിരുന്നു AS6 എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് ആയിരുന്നു, ഇപ്പോൾ അത് ഇല്ല, അത് എടുത്തു കളഞ്ഞു. അതുകൊണ്ടാണ് നമുക്ക് 29 ഉള്ളത് 27 ആയിട്ട് വന്നത്. ദെൻ AS9 എന്ന് പറയുന്ന റവന്യൂ റെക്കഗ്നീഷൻ ആണ്. AS10 ഇത് ഓർത്ത് വെക്കുക, പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻ്റ് ആണ്. ദെൻ AS11 effect of changes in foreign exchange rates. Then AS12 accounting for government grants. AS13 accounting for investments. Then AS14 ഇത് ഓർത്ത് വെക്കുക, accounting for amalgamations ആണ്. Then AS15 employee benefits. AS16 borrowing cost. Then AS17 segment reporting. ഇത് ചിലയിടത്തൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്.
Then AS18 related party disclosure, AS19 leases, AS20 earning per share, AS21 consolidated financial statements. ഇതൊന്ന് ഓർത്ത് വെക്കുക. AS22 accounting for taxes on income, AS23 accounting for investments in associates in consolidated financial statements, AS24 discontinuing operations, AS25 interim financial reporting. ഇതൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക. Then AS26 intangible assets, then AS27 financial reporting of interest in joint ventures, AS28 impairment of assets, AS29 provisions, contingent assets and contingent liabilities. അപ്പോൾ ഇത്രയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ നമ്മൾ മെയിനായിട്ടും നോക്കാനുള്ളത്. കുറേയധികം കാര്യങ്ങൾ ഇനിയും ഡീറ്റെയിൽ ആയിട്ടുണ്ടെങ്കിലും ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വെക്കുക അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പറയുമ്പോൾ. ഇനി നമുക്ക് സിലബസിൽ കൊടുത്തിട്ടുള്ള ഒരു അടുത്ത ടോപ്പിക്കാണ് അക്കൗണ്ട്സ് ഫോർ എ സോൾ ട്രേഡർ. ഇപ്പോൾ സോൾ ട്രേഡറിൻ്റെ അക്കൗണ്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഫസ്റ്റ് നമ്മൾ ബിസിനസ് സ്റ്റഡീസ് പഠിക്കുമ്പോൾ തന്നെ പഠിക്കുന്ന ഒരു കാര്യമാണ് സോൾ ട്രേഡറിനെ കുറിച്ച് അല്ലേ. അപ്പോൾ സോൾ ട്രേഡർ എന്ന് പറയുന്നത് ഒരു ഓൾഡസ്റ്റ് ആൻഡ് മോസ്റ്റ് കോമൺ ഫോം ഓഫ് ബിസിനസ് എൻ്റർപ്രൈസ് ആണ്. അതായത് ഒരു വൺ പേഴ്സൺ ബിസിനസ് നടത്തുന്നത്, ആ പേഴ്സൺ തന്നെയായിരിക്കും ലീഗലി ആൻഡ് പേഴ്സണലി റെസ്പോൺസിബിൾ. ആ ഒരു ബിസിനസ്സിന് ലീഗലിയും പേഴ്സണലി റെസ്പോൺസിബിൾ ആവുന്നത് ആ ഒരു ബിസിനസ് മാൻ തന്നെ ആയിരിക്കും, അതായത് അതിൻ്റെ ഓണർ തന്നെയായിരിക്കും. ഇനി ഇതിനെന്തൊക്കെയാണെന്ന് നോക്കാം. നോൺ മാനുഫാക്ചറിങ് എൻറ്റിറ്റീസ്, അതായത് ട്രേഡിംഗ് എൻറ്റിറ്റീസ്, ഡു നോട്ട് പ്രോസസ് ഗുഡ്സ് പർച്ചേസ്, സെൽ ദം ഇൻ ഒറിജിനൽ ഫോമിലായിരിക്കും സെല്ല് ചെയ്യുന്നത്. Then at the end of accounting year the entity should know the result of the business. അപ്പോൾ എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് ഇയർ, ഒരു അക്കൗണ്ടിങ് ഇയർ കഴിയുമ്പോഴാണ് നമ്മൾ നോർമലി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ ചെയ്തിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ കണ്ടുപിടിക്കാറുള്ളത്. അതിനെയാണ് ഇവിടെ റിസൾട്ട്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഫിനാൻഷ്യൽ, ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ പ്രിപ്പയർഡ് അറ്റ് ദി എൻഡ്. പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, സിസ്റ്റമാറ്റിക്കലി നമ്മൾ ജേണലിൽ എൻ്റർ ചെയ്യുന്നു, അതുപോലെ തന്നെ ലെഡ്ജർ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് തന്നെ നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ പറയാറുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിന് നമ്മൾ പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്നതുകൊണ്ട് പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനൽ അക്കൗണ്ട്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സിൽ മെയിനായിട്ടും ഏതൊക്കെ അക്കൗണ്ട്സ് ആണ്, അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്, ഒരു 5 അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഫൈനൽ അക്കൗണ്ട്സ് നമുക്കറിയാം, ആ പേര് പോലെ തന്നെ നമ്മൾ ആ ഒരു അക്കൗണ്ടിങ് പീരിയഡിൻ്റെ എൻഡിൽ ഫൈനലായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു കമ്പനീൻ്റെ പ്രോഫിറ്റോ ലോസോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ പൊസിഷൻ, ബാലൻസ് ഷീറ്റ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്, ആ ഒരു കമ്പനീൻ്റെ പൊസിഷൻ, ആ ഒരു കമ്പനി അല്ലെങ്കിൽ സോൾ ട്രേഡറിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ, ഒരു ബിസിനസ്സിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഫൈനൽ അക്കൗണ്ട്സിൽ ഉണ്ടാവുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാവും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാവും. നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് ഉണ്ടാവും. ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആണ് കിട്ടുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഇനി ഫൈനൽ അക്കൗണ്ട്സിന് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ് നോർമലി പറയാറുള്ളത്. ഫൈനൽ അക്കൗണ്ട്സ് ഓൾസോ നോൺ ആസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫൈനൽ അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ട്രയൽ ബാലൻസിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് നമ്മളെ ട്രാൻസാക്ഷൻ ജേണലിൽ എൻറ്റർ ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ലെഡ്ജറിൽ എഴുതുന്നു, ജേണലിൽ എൻറ്റർ ചെയ്യുന്നു, പിന്നീട് എന്ത് ചെയ്യുന്നു, നമ്മളത് ലെഡ്ജറിലേക്ക് മാറ്റുന്നു അല്ലേ, നമ്മൾ ലെഡ്ജറിലേക്ക് മാറ്റുന്നു. പിന്നീട് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നു, ലെഡ്ജർ ബാലൻസ് വെച്ചിട്ട് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നു. പിന്നീടാണ് നമ്മൾ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്.
ഇനി ഫൈനൽ അക്കൗണ്ട് ഓഫ് സോൾ ട്രേഡിംഗ് കൺസിസ്റ്റ് ഓഫ്, ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറഞ്ഞു എന്നേ ഉള്ളൂ. ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇനി നമുക്ക് ഓരോ അക്കൗണ്ടും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പം ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ എന്തിനാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ റിസൾട്ട് ഓഫ് ട്രേഡിംഗ്, അതായത് ട്രേഡിംഗ് എന്ന് പറയുന്നത് എന്താണ്, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് പീരീഡ് എന്നുള്ളതാണ് ട്രേഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ട്രേഡിങ്ങിൻ്റെ ബൈ ചെയ്യുമ്പോഴും സെല്ല് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ട്രേഡിങ്ങിൻ്റെ പ്രോഫിറ്റോ ലോസോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട്. അതിനെ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് എന്നാണ് പറയുന്നത്. അതായത് സെയിൽസ് പ്രൊസീഡ്സ് എക്സീഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതായത് സെയിൽസ് നമുക്ക് കിട്ടുമ്പോൾ, നമ്മൾ സെയിൽസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനെ കാട്ടും കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇത് കൂടുതലാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും, അല്ലേ? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഇനി സെയിൽസ്, നമുക്ക് കിട്ടുന്ന സെയിൽസ് എന്താണ്, ഇതിനെക്കാട്ടും കുറവാണെങ്കിൽ, കോസ്റ്റാണ് കൂടുതലാണ്, സെയിൽസ് കുറവും കോസ്റ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് ലോസ് ആണ് കിട്ടുക. അപ്പം ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ഈസിയാണ്. നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നതാണ്. നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ ആണ് നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ ആണ് നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. പിന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാൻ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്കാണ്. നെറ്റ് സെയിൽസ് ഇവിടെ ഓൾറെഡി പറഞ്ഞിരുന്നു, അല്ലേ? ഗ്രോസ് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ, ഇതിനെയാണ് ഇവിടെ സെയിൽസ് എന്ന് ഉദ്ദേശിച്ചത്. സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ, ഗ്രോസ് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. ഇനി നെറ്റ് പർച്ചേസസ് എന്ന് പറയുന്നത് ഗ്രോസ് പർച്ചേസസ് മൈനസ് പർച്ചേസസ് റിട്ടേൺ. അപ്പം അത്രയാണ് ട്രേഡിംഗ് അക്കൗണ്ടിന് നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടാണ്, അതായത് ട്രേഡിങ്ങിൻ്റെ റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ്. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒന്നില്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആയിരിക്കും. പിന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. നെറ്റ് സെയിൽസും നെറ്റ് പർച്ചേസസ് നമുക്കറിയാം. ഗ്രോസ് പർച്ചേസസ് അല്ലെങ്കിൽ ഗ്രോസ് സെയിൽസ് മൈനസ് അതിൻ്റെ റിട്ടേൺ ആണ് നെറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് അക്കൗണ്ടാണ്, അതായത് ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ. ഗ്രോസ് ലോസ് ആണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് ബ്രോ ഡൗൺ. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് കാണിക്കുക. അതായത് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് കാണിക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് നമ്മൾ കാണിക്കുക. അപ്പം ഓൾ ദി ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എക്സ്പെൻസ് എപ്പോഴും ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ കാണിക്കുക. മറ്റേതിലും അത് തന്നെയാണ്. എക്സ്പെൻസസ് എവിടെയാണ്? ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. ഇൻകംസ് നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. ഇനി ക്രെഡിറ്റ് മോർ ദാൻ ഡെബിറ്റ്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇൻകം മോർ ദാൻ എക്സ്പെൻസ് ആണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ്. ഓൺ ദി അതർ ഹാൻഡ് ഡെബിറ്റ് മോർ ദാൻ ക്രെഡിറ്റ്, അതായത് എക്സ്പെൻസ് മോർ ദാൻ ഇൻകം ആണെങ്കിൽ അത് നെറ്റ് ലോസ് ആയിരിക്കും. അപ്പം ഈ നെറ്റ് പ്രോഫിറ്റോ നെറ്റ് ലോസോ നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യും? നമ്മൾ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റലിൻ്റെ കൂടെ, നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ക്യാപിറ്റലിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? ആഡ് നെറ്റ് പ്രോഫിറ്റ്. ഇനി ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യും? ലെസ് ആണ് ചെയ്യുക. നെറ്റ് ലോസ് നമ്മൾ ലെസ് ആണ് ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്നുകൂടി പറയുന്നുണ്ട്, നമ്മൾ മുൻപേ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് വരുന്ന അടുത്ത ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പം ബാലൻസ് ഷീറ്റിൽ മെയിനായിട്ട് എന്താണ് ഉണ്ടാവുക? അസറ്റ്സും ലയബിലിറ്റീസും
ആണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇതിനെ പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാറുണ്ട്. ഇത് ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം എവിടെയാണ് ലയബിലിറ്റീസാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതുക അല്ലേ. ഇതിപ്പം ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ ഇവിടെ ലയബിലിറ്റീസ് വരും, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ലയബിലിറ്റീസ് വരും, റൈറ്റ് ഹാൻഡ് സൈഡിൽ അസറ്റ്സ് വരും. ഓക്കെ, അങ്ങനെയാണ് വരും. അപ്പോൾ ഈ രണ്ട് സൈഡ്സും എന്തായിരിക്കണം? മസ്റ്റ് ടാലി, ഓൾവേസ് ടാലി ആയിരിക്കണം. അസറ്റ്സും ലയബിലിറ്റീസും എപ്പോഴും ടാലി ആയിരിക്കണം. അപ്പോഴാണ് നമ്മൾ ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം കറക്റ്റാണ് എന്ന് പറയാൻ വേണ്ടി പറ്റുക. ഇനി ഇത് ടാലി ആയിട്ടില്ലെങ്കിൽ എന്താണ്? രണ്ടും ടാലി ആയിട്ടില്ലെങ്കിൽ എവിടെയോ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ എന്തോ ചെയ്ത മിസ്റ്റേക്ക് ഉണ്ട്, എറർ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള ഫൈനൽ അക്കൗണ്ട്സ് വരുന്നത്. ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്, ബാലൻസ് ഷീറ്റ് ഉണ്ട്. ഓർത്ത് വെക്കുക, ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് എടുക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് എടുക്കുക. ഇനി നമുക്ക് ഫൈനൽ അക്കൗണ്ടിൽ വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകൾ, കുറേയധികം അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്, ഒരു 5 അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ നോക്കുന്നുള്ളൂ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് നോർമലി ട്രയൽ ബാലൻസിൽ കൊടുത്തിട്ടുണ്ടാവില്ല, അത് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രിയാണ് കൊടുത്തിരിക്കുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് ഷോൺ ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ആണ് ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കുക. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എന്ത് ചെയ്യും? ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കും. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമുക്ക് അസറ്റ് ആണ്, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? നമ്മളത് അസറ്റ് സൈഡ്, ബാലൻസ് ഷീറ്റിലാണെങ്കിൽ നമ്മൾ എവിടെ എടുക്കും? അസറ്റ് സൈഡ്സിലാണ് എടുക്കുക. അസറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പം അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കുക, ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിലാണ് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് മാത്രമേ എടുക്കുകയുള്ളൂ. ഇനി ട്രയൽ ബാലൻസിൻ്റെ പുറത്ത്, അതായത് അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ അത് നമ്മൾ 2 സ്ഥലത്ത് ഉപയോഗിക്കും. അത് ജസ്റ്റ് അറിഞ്ഞു വയ്ക്കുക. ഇനി ഇൻ കേസ് ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് ട്രയൽ ബാലൻസിലാണ് തന്നിരിക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ക്ലോസിംഗ് സ്റ്റോക്ക് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ മാത്രം കാണിക്കുക. ഇനി അങ്ങനത്തെ കേസാണെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഷുഡ് ബി ഷോൺ ഓൺലി ഇൻ ദി ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡ്. ബാലൻസ് ഷീറ്റിൽ മാത്രമാണ് കാണിക്കുക. അത് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഓൾറെഡി നമ്മൾ പർച്ചേസിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാൻ എന്നുള്ള ആ ഒരു സെൻസിലാണ് ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിൽ തന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് നമ്മൾ അതിനെ അസറ്റ് സൈഡിൽ മാത്രമേ എടുക്കുകയുള്ളൂ. ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിലാണ് തന്നതെങ്കിലാണ് ഇപ്പോൾ പറഞ്ഞത്. പുറത്താണ് തന്നെങ്കിൽ 2 സ്ഥലത്ത് എടുക്കണം. എവിടെയൊക്കെയാണ്? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും എടുക്കണം, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും നമ്മൾ എടുക്കണം. ഇനി അടുത്തത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ആണ്. അതായത് എക്സ്പെൻസസ് നമ്മൾ ഡ്യൂ ആയിട്ടുണ്ട്, നമ്മൾ പേ ചെയ്യണം, ബട്ട് നമ്മൾ പേ ചെയ്തിട്ടില്ല. ഡ്യൂ ആയിട്ടുണ്ട് ബട്ട് നമ്മൾ പേ ചെയ്തിട്ടില്ല, അൺപെയ്ഡ് ആണ്. അപ്പം ദോസ് എക്സ്പെൻസസ് വിച്ച് റിമൈൻ അൺപെയ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് അക്കൗണ്ടിങ് പീരിയഡ്. ഇപ്പോൾ എന്താണ്? നമ്മൾ ഈ വർഷം ഡ്യൂ ആയി എന്ന് പറയുമ്പോൾ നമുക്കതൊരു ലയബിലിറ്റി ആണ് അല്ലേ. ലയബിലിറ്റി നമുക്കറിയാം എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ് ലയബിലിറ്റിക്ക്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എപ്പോഴും ക്രെഡിറ്റ് സൈഡിലാണ് വരിക. സോ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യുക. സോ എക്സ്പെൻസസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്നാണ് ആ ഒരു അഡ്ജസ്റ്റിംഗ് എൻട്രി വരിക. ഇനി ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്താണ്? നമ്മൾ കൺസേൺഡ് എക്സ്പെൻസിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഇപ്പോൾ റെൻ്റ് ആണെങ്കിൽ റെൻ്റ് ആഡ് റെൻ്റ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആഡ് ചെയ്യും. ആ കൺസേൺഡ് എക്സ്പെൻസിൻ്റെ കൂടെ ആഡാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ, ഏത് സൈഡിൽ നമ്മൾ കാണിക്കുക? ലയബിലിറ്റി സൈഡിൽ നമ്മളിപ്പോൾ റെൻ്റ് ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ റെൻ്റ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഷോ ചെയ്യണം. കാരണം ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് നമുക്കൊരു
ലയബിലിറ്റിയാണ്. ആ ഒരു ലോജിക്കിൽ ചിന്തിച്ചാൽ മതി. എക്സ്പെൻസ് പറയുന്നത് നമ്മൾ എക്സ്പെൻസ് ആഡ് ചെയ്യണം. നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ കൂടി നമ്മൾ അത് ഈ വർഷം ഡ്യൂ ആയതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ വർഷത്തെ എക്സ്പെൻസിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ഇനി ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ട്രയൽ ബാലൻസിനാണ് കൊടുത്തിരിക്കുന്നത് എങ്കിൽ നമ്മളത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ മാത്രം എടുത്താൽ മതി. ഇനി അടുത്ത അഡ്ജസ്റ്റ്മെൻ്റ് ആണ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. മുന്നേ പറഞ്ഞ് ഔട്ട്സ്റ്റാൻഡിങ് നേരെ ഓപ്പോസിറ്റ് അല്ലേ, നമ്മൾ മുൻകൂട്ടി പേ ചെയ്തു. അതായത് ഈ വർഷം വരുന്നതല്ല, പക്ഷെ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് ഇയറിലേക്ക് വരുന്നതാണ്, പക്ഷേ ഈ വർഷം തന്നെ നമ്മൾ പ്രീപേ ചെയ്തു. അപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസസ് നമുക്ക് എപ്പോഴും അസറ്റാണ് അല്ലേ, നമുക്ക് ഡ്യൂ ആയിട്ടില്ല, ബട്ട് നമ്മൾ ഉള്ളത് കൊണ്ട് നമ്മൾ പേ ചെയ്തു, അത് നമുക്ക് അസറ്റാണ്. അത് എക്സ്പെൻസിൽ, ഈ വർഷത്തെ എക്സ്പെൻസിൽ നമ്മൾ എടുക്കാൻ വേണ്ടി പാടില്ല. കാരണം ഒരു വർഷത്തേക്കുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് അത് അടുത്ത വർഷത്തേക്കുള്ള എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അത് ഈ വർഷം എടുക്കില്ല. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് എപ്പോഴും അസറ്റാണ്, അതുകൊണ്ട് അതിന് ഡെബിറ്റാണ്. അതുപോലെ ഈ വർഷത്തെ എക്സ്പെൻസിൽ നമ്മൾ കാണിക്കാൻ വേണ്ടി പാടില്ല, കുറയ്ക്കണം. അതുകൊണ്ട് നമ്മൾ എക്സ്പെൻസസിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അഡ്ജസ്റ്റിംഗ് എൻട്രി എന്ന് പറയുന്നത് പ്രീപെയ്ഡ് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു എക്സ്പെൻസസ് അക്കൗണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യും, പ്രീപെയ്ഡ് എക്സ്പെൻസസിന് എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു കൺസേൺഡ് എക്സ്പെൻസസിൽ നിന്നും കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇപ്പോൾ റെൻ്റ് ആണെങ്കിൽ റെൻ്റ് ലെസ് പ്രീപെയ്ഡ് റെൻ്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാണിക്കേണ്ടത്. ഇനി നമുക്ക് അസറ്റാണ് അല്ലേ, അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ എന്ത് ചെയ്യുക, അസറ്റ് സൈഡിൽ, ഇതാണ് അസറ്റ് സൈഡ്, അവിടെ എന്ത് ചെയ്യുക, പ്രീപെയ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. പ്രീപെയ്ഡ് റെൻ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അസറ്റ് സൈഡിൽ ഷോ ചെയ്യണം. ഇനി ട്രയൽ ബാലൻസിൽ മാത്രമാണ് തന്നതെങ്കിൽ ബാലൻസ് ഷീറ്റിൽ മാത്രം എടുക്കുക. എല്ലാ കേസിലും ചെയ്യുന്ന പോലെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ മാത്രം എടുക്കുക. ഓൾറെഡി നമ്മൾ ആ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. ഇനി അടുത്തത് അക്രൂഡ് ഇൻകം. അതായത് ഇൻകം കിട്ടാനുണ്ട് പക്ഷെ നമുക്ക് കിട്ടിയിട്ടില്ല, അതാണ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ. ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്, നമുക്ക് കിട്ടാനുണ്ട് ബട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. സോ അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത് നമുക്കൊരു അസറ്റാണ് അല്ലേ, നമുക്ക് കിട്ടാനുള്ള ഇൻകമാണ് പക്ഷെ നമുക്ക് കിട്ടാത്തതുകൊണ്ട് നമുക്കതൊരു അസറ്റാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അസറ്റ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യണം, ഇൻകത്തിന് ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ. ഇനി ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം, അക്രൂഡ് ഇൻകം അല്ലെങ്കിൽ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്ന് പറയാം. ആ ഔട്ട്സ്റ്റാൻഡിങ് എന്തെങ്കിലും കൺസേൺഡ് ഇൻകത്തിൻ്റെ കൂടെ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ, എവിടെയാണ് നമ്മൾ ആഡ് ചെയ്യുക, ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് കിട്ടാനുണ്ടെന്ന് വിചാരിക്കുക, ഇൻട്രസ്റ്റ് അക്രൂഡ് ആണെങ്കിൽ ഇൻട്രസ്റ്റിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യണം, ആഡ് അക്രൂഡ് ഇൻട്രസ്റ്റ്, ആഡ് അക്രൂഡ് ഇൻട്രസ്റ്റ്. ഇൻകം സൈഡിലാണ് നമ്മൾ കാണിക്കുക. ഈ ബാലൻസ് ഷീറ്റിൻ്റെ എവിടെ കാണിക്കും, അസറ്റ് സൈഡിൽ നമ്മൾ അക്രൂഡ് ആണെങ്കിൽ അക്രൂഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കും. ഇനി ട്രയൽ ബാലൻസിന് മാത്രമാണ് തന്നതെങ്കിൽ നമ്മൾ അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്, എല്ലാ കേസിലും പറയുന്ന പോലെ അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ് മാത്രമാണ് നമ്മൾ കാണിക്കുക. ഈ നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അതായത് ഈ വർഷം കിട്ടേണ്ടതല്ല ബട്ട് നമ്മൾ അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തു. അങ്ങനെയാകുമ്പോൾ എന്താണ്, അത് ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്നും പറയാം, നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്നും പറയാം. അപ്പം അത് നമുക്കൊരു ലയബിലിറ്റിയാണ് അല്ലേ, ഈ വർഷം നമുക്ക് കിട്ടാനുള്ളതല്ല ബട്ട് നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടിയോണ്ട് അതൊരു ലയബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അതിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് വരിക. ഇൻകം എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. ഇൻകം കുറയാണ് ചെയ്യേണ്ടത്, ഇൻകം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യും. അപ്പം ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദി കൺസേൺഡ് ഇൻകം ഓൺ ദി ക്രെഡിറ്റ് സൈഡ്. അപ്പം ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഒന്ന് വിചാരിക്കുക, അപ്പോൾ ഇൻകം സൈഡിലാണ് ഉണ്ടാവുക. അപ്പം ഇൻട്രസ്റ്റിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ലെസ് ചെയ്യണം, ലെസ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഓക്കെ, ലെസ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അത് നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമുക്കിതെന്താണ്, ഇത് ലയബിലിറ്റി ആയതുകൊണ്ട് നമ്മൾ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം അല്ലേ, റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അപ്പോൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം.
അഡ്വാൻസ്മെൻറ്റ് നമ്മൾ ഇവിടെ ഈ സൈഡിലാണ് കാണിക്കുക. നമ്മുടെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുക. ഇനി ട്രയൽ ബാലൻസിന് മാത്രമാണെങ്കിൽ എല്ലാ കേസിലും പറഞ്ഞ പോലെ ബാലൻസ് ഷീറ്റിൽ മാത്രമേ നമ്മൾ കാണിക്കാറുള്ളൂ. സോറി, ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം നല്ല കേട്ടോ, ഇവിടെ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണേ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി. ഇത്രയൊക്കെ നമ്മൾ ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ അക്കൗണ്ടിങ് കൺസെപ്റ്റ് എല്ലാം നോക്കിയതാണ്. അപ്പോൾ ഇപ്പം നിലവിൽ നമുക്ക് 27 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണുള്ളത്. അതുപോലെ തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് ആണ് ഇത് ഇഷ്യൂ ചെയ്യാൻ ഓർത്ത് വെക്കുക. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണെന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഇത് ഏതിനൊക്കെയാണ് ആപ്ലിക്കബിൾ ആവുന്നത്? ഓൾമോസ്റ്റ് എല്ലാ കേസസിലും, അതായത് പ്യുവർലി ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഒഴികെ ബാക്കി എല്ലാ കേസസിലും ഇത് യൂസ്ഫുൾ ആവുന്നുണ്ട്. പിന്നെ IFRS, അതായത് ഇൻ്റർനാഷണലി നമ്മൾ ഫോളോ ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സാണ് IFRS. ഇന്ത്യ അത് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് IND-AS എന്നുള്ള രൂപത്തിലാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. എല്ലാം ചിലപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം AS2 വാലുവേഷൻ ഓഫ് ഇൻവെൻട്രീസ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ AS10 പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻ്റ് ആണെന്ന് ഓർത്ത് വെക്കുക. ദെൻ അക്കൗണ്ടിങ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്, AS14 അക്കൗണ്ടിങ് ഫോർ അമാൽഗമേഷൻ, പിന്നെ സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ്, AS21 കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, 25 ഇൻ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, 26 ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. പിന്നെ നമ്മൾ പറയുന്ന സോൾ ട്രേഡറിൻ്റെ അക്കൗണ്ട്സ് ആണ്. ഈസിയാണ്, നമുക്ക് അറിയുന്ന ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. അതിൻ്റെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കിയത്. അപ്പം ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ എല്ലാവർക്കും ക്ലാസ് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.